ഭാരതം വളരെ സമാധാനപരമായി പോയിക്കൊണ്ടിരുന്ന SMB. എന്നാൽ ആ സമാധാനം തല്ലിക്കെടുത്താൻ ഒരാൾ വന്നു. ഞാനും RS മൈൻക്രാഫ്റ്റും കൂടി സമാധാനപരമായിട്ട് എൻഡിൽ പൊയ്ക്കൊണ്ടിരുന്ന സമയത്ത് അത് സംഭവിച്ചു. ഞങ്ങൾ ചത്തു. ഐറ്റംസ് എല്ലാം പോയി. റേസ്പോൺ അടിച്ച് ഓവർവേർഡ് വന്നപ്പോൾ ഞങ്ങളുടെ ഇൻവെൻറ്ററിയിൽ ഒന്നുമില്ലാതായിപ്പോയി. ഹോപ്പിയുടെ തല പോലെ. അങ്ങനെ ഞങ്ങൾ ഒന്നിന് തുടങ്ങാൻ തീരുമാനിച്ചു. ഹലോ ഗൈസ്, ഞാൻ ഡ്രാഗൻ മോൻ. എല്ലാവർക്കും ഡ്രാഗൻ്റെ അണ്ണാക്കിലോട്ട് സ്വാഗതം. ഓക്കെ, സോ വെൽക്കം ബാക്ക് ടു ബണ്ണി ടെക്കീസ്. നമ്മൾ ചെറുതായിട്ട് തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ചെറുതായിട്ടൊന്നും ചത്തിട്ടുണ്ടായിരുന്നു. ബട്ട് കുഴപ്പമില്ല, നമ്മൾ 3-4 ദിവസം, 3-4 ഒരു 2 ദിവസം കൊണ്ട് നമ്മൾ പോയതെല്ലാം തിരിച്ചു പിടിച്ചു. എൻ്റെ ടൂൾസും ആർമറും സാധനങ്ങളൊക്കെ തന്നെ. എനിക്ക് മെയിനായിട്ട് അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതല്ല, അതെനിക്ക് വേറെ വലിയ സാധനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ പോയ സാധനങ്ങളൊക്കെ തന്നെ നമ്മളിത് ഒരുവിധം കഷ്ടപ്പെട്ട് എന്താ പറയുക ഇവിടെ തിരിച്ചു പിടിച്ചിട്ടുണ്ട്. വന്ന പടം ആദ്യം ചെയ്തത് എന്താ വെച്ചാൽ നേരെ പോയിട്ട് നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ഡയമണ്ട് വെച്ചിട്ട് ടൂൾസ് സെറ്റാക്കി. ടൂൾസ് സെറ്റാക്കിയ ശേഷം നേരെ പോയി ഇവിടുന്ന് കുറേ സ്റ്റിക്ക് കളക്ട് ചെയ്തു. സ്റ്റിക്ക് മാത്രമല്ല, നമുക്കാണെങ്കിൽ ഇതേ RS മൈൻക്രാഫ്റ്റ് ഇവിടെ ആയിട്ട് ഡ്യൂപ്പർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, മറ്റേ ട്രിപ്പർ ഹുക്കിൻ്റെ. ഇതിപ്പോൾ കിടന്ന് കവിഞ്ഞൊഴുകാണ്. കണ്ട ചറ പറന്ന് വരുന്നുണ്ട്. മാത്രമല്ല ഇവിടെ ഒരു 2 പെട്ടി നിറച്ചിട്ടുണ്ടായിരുന്നു. അത് യൂസ് ചെയ്ത് ഇവിടുത്തെ വില്ലേജേഴ്സിൻ്റെ തൂങ്ങിക്കിടക്കുന്ന മൂക്കിൽ പിടിച്ച് നമ്മൾ എന്ത് ചെയ്തു, ഇവന്മാരെ മെൻഡിങ് മൊത്തം അങ്ങ് മേടിച്ചെടുത്തു. അവൻ്റെ ഒന്നും ഫുള്ള് മെൻഡിങ് മേടിച്ചിട്ട് എല്ലാത്തിനും ഞാൻ മെൻഡിങ് ഇട്ടു. എന്നിട്ട് എഫിഷ്യൻസി, ഫോറസ്റ്റ് തുടങ്ങിയ സാധനങ്ങളൊക്കെ ഞാൻ അതിൻ്റെ മുകളിൽ നിന്നിട്ട് മോബിനെ കൊല്ലി എക്സ്പി ഉണ്ടാക്കും, ബുക്ക് എൻചെൻ്റ് ചെയ്യും, മോബിനെ കൊല്ലി എക്സ്പി ഉണ്ടാക്കും, ബുക്ക് എൻചെൻ്റ് ചെയ്യും. ആ രീതിയിൽ നിന്നിട്ട് ഒരുപാട് നേരം കഷ്ടപ്പെട്ടിട്ട് നമ്മളിത് എൻ്റെ പുതിയ പിക്കാക്സ് ബ്ലഡി സ്വീറ്റ്, ഫോർച്യൂൺ 3, എഫിഷ്യൻസി 5, അൺബ്രേക്കിംഗ് 3, മെൻഡിങ് ഇട്ടിട്ട് അങ്ങ് സെറ്റാക്കിയിട്ടുണ്ട്. തൊട്ടടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ ആക്സ് ഇരിപ്പുണ്ട്, ബാഡാസ് എന്ന പേരിൽ. എഫിഷ്യൻസി 5 ഉണ്ട്, അൺബ്രേക്കിംഗ് 3 ഉണ്ട്, മെൻഡിങ് ഉണ്ട്. പിന്നെ സോഡ് എൻ്റെ സാത്താനിലാണെങ്കിൽ ഇനി ഇല്ലാത്ത സാധനങ്ങളൊന്നുമില്ല, എല്ലാം വാരിക്കോരിട്ടിട്ടുണ്ട്, സെറ്റാണ്. പിന്നെ ഷവൽ സോമൻ്റെ ഉണ്ട്, എഫിഷ്യൻസി 3, അൺബ്രേക്കിംഗ് 3, മെൻഡിങ്ങും പിന്നെ എൻ്റെ പവർ 5, അൺബ്രേക്കിംഗ് 2 ഇട്ടിട്ടുണ്ട്. അതിൽ ഇനിയും കുറേ സാധനങ്ങളൊക്കെ വെക്കും, പവറാക്കണം അത്. പിന്നെ എലൈട്രയുടെ കാര്യം പറയുകയാണെങ്കിൽ അതൊന്നും പറയാതിരിക്കുന്നതെന്നല്ലേ. എൻ്റിലൊന്നും ഇനി ഒരു എലൈട്ര പോലും ഉണ്ടാവില്ല, എല്ലാം ഓരോരുത്തരും എടുത്തുകൊണ്ട് പോയി. ഇനി എന്ത് ചെയ്യുന്നു വിചാരിച്ചപ്പോഴാണ് ഞാൻ എൻ്റെ ബിഗിലിനെ മിസ് ചെയ്തു. ബിഗിലേ അങ്ങനെ RS മൈൻക്രാഫ്റ്റ് നേരെ പറന്നു വന്നിട്ട് ഇതേ തന്നു, ബിഗിലെ 2.0. താങ്ക് യു മൈൻക്രാഫ്റ്റ്, താങ്ക് യു RS മൈൻക്രാഫ്റ്റ്. അതേപോലെ തന്നെ 4 ഷൾക്കർ ബോക്സും തന്നിട്ടുണ്ട്. താങ്ക് യു, വെരി നൈസ്. അവിടെ പോയപ്പോൾ എനിക്ക് എൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഷൾക്കർ ബോക്സ് പോയി. വേറെ ഒന്നും വലിയ വിഷയം ഉണ്ടായില്ല. ടൂൾസും എലൈട്രയും ഷൾക്കർ ബോക്സും, ഇത് 3 എനിക്ക് മെയിനായിട്ടുണ്ട്. കാരണം അടുത്ത ബിൽഡിലോട്ട് വേണ്ട ഒരുപാട് ഐറ്റംസ് ഒക്കെ തന്നെ അതിലാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ കണ്ട് കാര്യമില്ല, സാധനം മൊത്തം പോയി. പക്ഷെ എന്നാലിതേ പഴയ ആ പവർ, സെയിം പവറിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഒരു കുഴപ്പമില്ല, എല്ലാം നമ്മളിവിടെ സെറ്റാക്കി. ഓൾ ഇൻ അണ്ടർ അവർ എന്തോ ഇല്ല മാസ് ഡയലോഗായിരുന്നു, കയ്യിൽ നിന്ന് പോയി, സോറി. അപ്പോൾ നമ്മുടെ വീട്ടിലാണ് ഇപ്പോഴത്തെ പരിപാടി. ഞാനിത് ഇവിടെ നിന്നിട്ട് ഒരുപാട് പണി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ വീട്ടിൽ എന്തൊക്കെയാണ് പരിപാടി ചെയ്തുകൊണ്ടിരുന്നത് വെച്ചാൽ, ആദ്യം തന്നെ ഇവിടെ ഇൻറ്റീരിയർ അറിയാലോ, നമ്മൾ ആ മറ്റേ ചെസ്റ്റും കോപ്പർ കോലത്തിനൊക്കെ വെച്ചാണ് അതോടുകൂടി കഴിഞ്ഞു. താഴത്തേക്കാണ് ഇപ്പം നമ്മൾ പണിയെടുത്തത്. താഴത്തേക്ക് ഇപ്പം ഇറങ്ങി ചെല്ലുമ്പം കണ്ട ഇതേപോലെ ഉണ്ട്, അത്യാവശ്യം വലിയ ഏരിയയാക്കി. ഇതിഞ്ഞും പോവും, ഇതിഞ്ഞും അതിൻ്റെ ഉള്ളിലോട്ട് ഇങ്ങനെ കുഴിച്ച് പോവും. പോകുന്ന ഈ ഗ്യാപ്പിലായിട്ടാണ് നമ്മളിത് ഇവിടെ നമ്മുടെ എൻചാൻറ്റിങ് ഏരിയ വെച്ചിട്ടുള്ളത്. ഇവിടെ വന്നിട്ട് നമുക്ക് എന്ത് എൻചാൻറ്റൊക്കെ ചെയ്യാനായിട്ട് പറ്റും. അതിവിടെ സെറ്റാണ്. ഇവിടെ ആയിട്ട് ഒരു നെതർ പോർട്ടലും പ്ലസ് ഒരു അക്വേറിയം. അത് സെറ്റല്ലേ? ഫ്ലിന്റ് ആൻഡ് സ്റ്റീൽ വേണമല്ലേ ഇത് കത്തിക്കാൻ? നമുക്ക് ഫയർ ആസ്പെക്ട് സോഡ് വെച്ചിട്ട് കത്തിക്കാൻ പറ്റില്ല, അത് മോശമായി പോയി. അല്ല, ആദ്യം നമുക്ക് ഇതങ്ങ് സെറ്റാക്കാം. എന്താ പറയുക, ഇതാണുണ്ടല്ലോ അക്വേറിയത്തിലോട്ട് നമുക്ക് ലഷ് കേവ് എന്ന് കുറച്ച് ഐറ്റംസിനെ കൊണ്ടുവന്നിടണം. അതാണ് ഇന്നത്തെ പരിപാടി. സോ ലെറ്റ്സ് ഗോ. ലഷ് കേവ് ഐ തിങ്ക് ഈ ഒരു ഭാഗത്തായിട്ട് എവിടെ ഒരു ലഷ് കേവ് ഉണ്ട്. കിട്ടി കറക്റ്റ് അവിടെ തന്നെ വന്ന്. എൻ്റെ ഇത് നേരെ കുഴിച്ചങ്ങ് പോയാൽ മതി. ഇതെന്താടാ എത്താത്തെ? ഓക്കെ, ഫൈനലി എത്തി. ഓപ്പണിങ് കണ്ടു.
ആൻഡ് അവിടെ സ്കെലട്ടണെയും കണ്ടു. അത് നമുക്കൊരു വിഷയമാണ്. ലാൻഡുകൾ കുറവാലോ. അല്ല ഇതിനകത്തുണ്ട്. എന്തിൻ്റെ യോഗത്തുണ്ടല്ലോ. ഇതുള്ളതുകൊണ്ടാണ് ഞാനിപ്പോ എന്തെടുത്തെറിഞ്ഞ ബോയല്ല എടുത്തെറിഞ്ഞ. എടാ കുട്ടി തോന്നി. അയ്യോ എന്റെ ബോയ് ആരെങ്കിലും എടുത്താ? വേണ്ടാ തെണ്ടി എടുത്തോണ്ട് തോന്നി. പന്നികളെ കൊണ്ട് ഒരുത്തൻ ഡ്രോപ്പ് ചെയ്ത് മറ്റോ എടുക്കരുത്. കിട്ടാവുന്ന ഡെക്കറേഷൻ ഐറ്റംസും കുറച്ച് മോസും ഇതൊക്കെ കൂടി ഞാൻ ഇതിലോട്ട് വെച്ചേക്കാം. ഇതൊക്കെ പിന്നെ നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റുമല്ലോ. മോസ് ചെയ്യാൻ പറ്റും, ഈ സാധനം വെക്കാൻ പറ്റില്ല. കണ്ടു ഫൈനലി. എന്താടാ പന്നി നിനക്ക്? എടാ ഇവൻ എങ്ങനെയാടാ എന്നെ അടിക്കുന്നേ? ഇപ്പോഴും മനസ്സിലാവാത്ത കേസാണ്. ഈ സോംബികൾ അടിക്കുക എങ്ങനെയാണെങ്കിലും ഉമ്മാർക്ക് അടിക്കുക. ബ്ലഡി റസ്കൽസ്. 2 ആക്സിലേറ്ററിന് കൊണ്ടുപോവാം നമുക്ക്. അച്ഛന്മാരെ വന്നേ. ഓക്കെ, ഇനി ഒന്നും കൂടി കിട്ടിയാൽ മതി. അല്ല ഇവിടെ ഒരു വൈറ്റ് ഉണ്ടായിരുന്നില്ല, അതെങ്ങോട്ടേ പോയി? അവിടെ ഉണ്ട്. കൊണ്ടുപോയിട്ട് നമുക്ക് ബ്രീഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്യേണ്ടി വരും, അല്ലാതെ വേറൊരു ഓപ്ഷൻ ഇല്ല നമുക്ക്. അല്ല ഇവിടെ അയ്യോ ഞാൻ വന്ന ഇത് കൂടെ ഇരുത്. അയ്യോ അത് മറന്നുപോയി. കണ്ടു 15 minutes later. ഞാൻ ആദ്യം ഈ സാധനം കണ്ടപ്പോഴേ ഫസ്റ്റ് മൈൻക്രാഫ്റ്റ് കളിക്കല്ലോ, ആ സമയത്ത് ഇത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച എന്താ അറിയോ, ചൂലാന്ന്. വൈക്കോലാന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായില്ല. ഞാൻ വിചാരിച്ചു ചൂലായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ഓടിപ്പോയിട്ട് നമ്മുടെ ഇതിനകത്തോട്ട് ഓന്മാർ 2 പേര് ഇടാം. സോ ഇതിനകത്ത് കയറി 1 2. നിങ്ങളിത് കഴിക്കുമോ? ഇല്ല കേട്ടാ, കഴിക്കൂല. അവിടെ കിടക്ക്, നീ ഇങ്ങോട്ട് വരാനില്ല. അപ്പോൾ ഇത് കണ്ട ഈ ഒരു രീതിയിൽ ഇങ്ങനെ ഓടി നടക്കും. ഇനി സെൻട്രൽ പോർട്ടൽ കത്തിച്ച് കഴിഞ്ഞാൽ ഇതിൽ കൂടി ഇവന്മാരെ കാണുമെന്നുള്ള കാര്യം എനിക്ക് അറിയത്തില്ല. എന്തായാലും ഇവർ മാത്രം പോരെ, ഇതിൽ കുറച്ചുകൂടി ആൾക്കാർ വേണം, എന്നാൽ മാത്രമാണ് ഇത് ലൈക്ക് എന്താ പറയുക മൊത്തം ഒന്ന് ഫിനിഷ് ആവത്തുള്ളൂ. ഇല്ലെങ്കിൽ അതിൻ്റെ ഒരു ഭംഗി കിട്ടത്തില്ല. സോ നെക്സ്റ്റ് വീഡിയോ ആകുമ്പോൾ ഇതിനകത്ത് ഡ്രാഗൺ ഉരിക്കള. ഓക്കെ, അപ്പം നെക്സ്റ്റ് വീഡിയോ ആകുമ്പോൾ ഇതിനകത്ത് ഫുള്ള് നമ്മൾ എന്ത് ചെയ്യും, ആക്സിലോട്ടിൽസിനെ കൊണ്ടുവന്നിടും. ആൻഡ് മുകളിലത്തെ ഇതിൽ നമ്മൾ ഫുള്ള് സെറ്റാക്കും. ഇവിടുത്തെ എല്ലാ പണിയും തീർക്കും. ആൻഡ് നമ്മളെ കസ്റ്റം വില്ലേജിൻ്റെ പണിയിലോട്ട് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, അടുത്ത എപ്പിസോഡ് ആകുമ്പോൾ. സോ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തിരിക്കലിനെ വഴിയാണ്. ബൈ.